പിന്നെ ഇവിടെയാണ് ഐസ്ക്രീം പാർലറുള്ളത്. ഇവിടുത്തെ വരുന്ന കാമുകിയമ്മമാർക്ക് ഇവിടുന്ന് ഐസ്ക്രീം കൊടുക്കാനുണ്ട്. കോഫി ചായ ഒന്നുമില്ല. പിന്നെ അത് ഇൻ്റർപ്രിട്ടേഷൻ സെൻ്ററാണ് ആ കാണുന്നത്. ഇവിടെ എല്ലാം ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ, CCTV ഉണ്ട്. ഇനി ഇതിലൂടെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓപ്പൺ ജിം, ബോട്ട് ജെട്ടി, ഗ്രീൻ എയർ തിയേറ്റർ, ചിൽഡ്രൻ പ്ലേസ്, അമ്യൂണിറ്റി സെൻറ്റർ, സെൻട്രൽ പ്ലാസ, ഇപ്പോൾ കത്തേരിയും ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ കാണിച്ചില്ലേ. പിന്നെ എക്കോ പാർക്ക്, മിയാവാക്കി ഫോറസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് പാർക്കിനുള്ളിലെ ബോട്ട് ജെട്ടി. ആരും ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല. ടിക്കറ്റ് അഡൾട്ട്സ് 60 ആൻഡ് ചിൽഡ്രൻസ് 30 ആണ്. ഒന്നാമത് വേസ്റ്റ് കൂമ്പാരങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ എയർ തിയേറ്റർ. നമുക്കെല്ലാ ഫങ്ഷനൊക്കെ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടിയെല്ലാം ഇപ്പം നടത്തിയായിരുന്നു കുറച്ച് മുമ്പ്. സ്വതന്ത്രമായിട്ട് നടത്താൻ പറ്റുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരിയുടെ സഫറിപ്പോൾ എത്തി നിൽക്കുന്നത് നെസ്റ്റോ മാർക്കറ്റിലാണ്, കോഴിക്കോട് മാള്. ഏറ്റവും താഴെയാണ് മാളുള്ളത്. മോളിലുള്ള ഫുഡ് കോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു നെസ്കോഫി കുടിക്കുകയാണ്. റേറ്റ് വരുന്നത് 90 രൂപയാണ് ഒരു കോഫിക്ക്. നെസ്കഫെ ഗോൾഡാണ്. ഇതാണ്, ടേസ്റ്റൊക്കെ ഉണ്ട്. ഇവിടെ സിനിപാസ് ഉണ്ട്. ഇതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. സിനിമയുടെ ഇവിടെ ചാട്ട് സൂക്കിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ പൈസ ആയിട്ട് എടുക്കില്ല. UPI കാർഡ് വഴി മാത്രം എടുക്കുക. പൈസ ആണെങ്കിൽ ഇഷ്താര എന്ന് പറയുന്നതിൽ വേണം പോയിട്ട് വേണമെങ്കിൽ ബില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ പല ഇവിടെയും കപ്പിൾസ് വന്നിരിക്കുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, ചാട്ടി വന്ന് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ മുകളിലത്തെ ഫിനിഷ് വർക്ക് ഇങ്ങനെ. അടിയിൽ താഴെയൊക്കെ ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകൾ ഭാഗം മാത്രം ഒന്ന് കാണിച്ചു എന്ന് ചുരുക്കം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരിയുടെ സഫാരി ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സരോവരം പാർക്കിലാണ്. അവിടുത്തെ ചിൽഡ്രൻസ് പ്ലേ ഏരിയയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ കാമുകിമാരുടെ ആ ഒരു പ്രത്യേകമായ അട്രാക്ഷൻ കൊണ്ട് വളരെ പേര് പോസിറ്റീവായിട്ടും നെഗറ്റീവായും കേട്ട പാർക്കാണ് ഈ സരോവരം പാർക്ക്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ഒക്കെയാലും ഇവിടെയൊക്കെ ഓരോ കാമുകിമാരെ കാണാൻ കഴിയും. ഇതൊക്കെയാണ് അപ്പോൾ സരോവരം പാർക്കിലെ വിശേഷങ്ങൾ. എല്ലായിടത്തും ഒക്കെ ആയാലും ഇതുപോലെ കാടുകൾ കാണാം, അതുപോലെ കപ്പിൾസുകൾ പോകുന്നതാണ്. അവർ ഞാനിതിരിക്കുന്ന പോലെ ഇതുപോലെ 2-3 സ്റ്റെപ്പ് അടിക്കല്ലുകളാണ്. ഇങ്ങനെയുള്ള കല്ലുമഴയിൽ നിന്നിട്ടുള്ള അവർ ചെയ്യുന്നതായ വിക്രീസുകൾ, കാമലീലകൾ കാണാം. അവിടെ ഒരു പവലിയൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് 6:40 വരെയാണ് ഇതിൻ്റെ ടൈം, ഓപ്പണിംഗ് ടൈം. ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് എയറോട്ടിക് കമ്പോസ്റ്റ് യൂണിറ്റാണ് ഇവിടെ വിനോദസഞ്ചാര വകുപ്പിൻ്റെ. അതുപോലെ ടോയ്ലറ്റ്
കൂൾ ബാർ ഐസ്ക്രീം ബാറിൽ പിന്നെ ഇവിടെയാണ് ഐസ്ക്രീം പാർലറുള്ളത്. ഇവിടുത്തെ വരുന്ന കാമുകിയമ്മമാർക്ക് ഇവിടുന്ന് ഐസ്ക്രീം കൊടുക്കാനുണ്ട്. കോഫി ചായ ഒന്നുമില്ല. പിന്നെ അത് ഇൻ്റർപ്രിട്ടേഷൻ സെൻ്ററാണ് ആ കാണുന്നത്. ഇവിടെ എല്ലാം ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ, CCTV ഉണ്ട്. ഇനി ഇതിലൂടെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓപ്പൺ ജിം, ബോട്ട് ജെട്ടി, ഗ്രീൻ എയർ തിയേറ്റർ, ചിൽഡ്രൻ പ്ലേസ്, അമ്യൂണിറ്റി സെൻറ്റർ, സെൻട്രൽ പ്ലാസ, ഇപ്പോൾ കത്തേരിയും ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ കാണിച്ചില്ലേ. പിന്നെ എക്കോ പാർക്ക്, മിയാവാക്കി ഫോറസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് പാർക്കിനുള്ളിലെ ബോട്ട് ജെട്ടി. ആരും ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല. ടിക്കറ്റ് അഡൾട്ട്സ് 60 ആൻഡ് ചിൽഡ്രൻസ് 30 ആണ്. ഒന്നാമത് വേസ്റ്റ് കൂമ്പാരങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ എയർ തിയേറ്റർ. ഇതാണ് ഇപ്പോൾ എല്ലാ ഫങ്ഷനൊക്കെ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടിയെല്ലാം ഇപ്പോൾ നടത്തിയായിരുന്നു കുറച്ച് മുമ്പ്. സ്വതന്ത്രമായിട്ട് നടത്താൻ പറ്റുന്നതാണ്.